കണ്ണൂർ സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് സംഘർഷത്തിൽ MSF KSU നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. 24 MSF KSU പ്രവർത്തകർക്കെതിരെയാണ് കേസ്. SFI മയ്യിൽ ഏരിയ സെക്രട്ടറി അതുൽ CV നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, തെരഞ്ഞെടുപ്പ് സംഘർഷത്തിൽ ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം സർവകലാശാലത്ത് വെച്ച് വലിയ രീതിയിൽ SFI MSF പ്രവർത്തകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. പിന്നീട് അത് വലിയ രീതിയിൽ കല്ലേറിലേക്കും ഒരു അക്രമത്തിലേക്കും ഒക്കെ വഴിമാറുകയും ചെയ്തു. ആ സംഭവത്തിലാണ് ഇപ്പോൾ MSF പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. 24 MSF KSU പ്രവർത്തകരെയാണ് ഇതിന്റെ ഭാഗമായി പ്രതി ചേർത്തിരിക്കുന്നത്. 4 MSF KSU നേതാക്കളെയും 20ഓളം പേർ കണ്ടാൽ അറിയുന്ന നേതാക്കളെയുമാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. ടൗൺ പോലീസാണ് ഈ നടപടി ചെയ്തിരിക്കുന്നത്. SFIയുടെ മയ്യിൽ ഏരിയ സെക്രട്ടറി അതുൽ CV നൽകിയിട്ടുള്ള പരാതിയിലാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ തിരിച്ച് SFI പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുക്കാത്തത് പക്ഷപാതപരമാണ് എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സംഭവത്തിൽ 200-ലധികം വരുന്ന SFI MSF KSU പ്രവർത്തകർക്കെതിരെ നേരത്തെ തന്നെ പോലീസ് ഒരു കേസെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് MSF KSU പ്രവർത്തകരെ മാത്രമാണ്. മറിച്ച് KSU MSF പ്രവർത്തകർക്കും ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കല്ലുകൊണ്ട് എറിയുകയും വടികൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ള ആരോപണം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് 24 MSF KSU നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയുമാണ്. KSUവിന്റെ ജില്ലാ ഭാരവാഹി ഉൾപ്പെടെയുള്ള ഹരികൃഷ്ണൻ പാളാടും അതുപോലെ തന്നെ MSFന്റെ ജില്ലാ ഭാരവാഹികൾക്കെതിരെയും എല്ലാം തന്നെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് ആരോപണം പോലീസിനെതിരെ MSF KSU പ്രവർത്തകർ പക്ഷപാതപരമായ രീതിയിലാണ് പോലീസ് ആ സംഘർഷം നടക്കുന്ന സമയത്തും അതിനുശേഷം ഇപ്പോൾ നിയമ നടപടിയിലേക്ക് കടക്കുമ്പോഴും അതേ രീതിയിൽ തന്നെയുള്ള ഒരു പക്ഷപാതപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം കൂടി ഉയർന്നിട്ടുണ്ട്. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.